കൊച്ചി കായലിലൂടെയുള്ള ഒരു ബോട്ട് യാത്രയുടെ ദൃശ്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. മറൈൻ ഡ്രൈവിൽ നിന്നാണ് ഈ ഒരു യാത്ര ആരംഭിക്കുന്നത്. ചെറുതും വലുതുമായ ഇതുപോലെയുള്ള നിരവധി ബോട്ടുകൾ ഇവിടെ നിന്ന് വിനോദസഞ്ചാരികൾക്കായി സർവീസ് നടത്തുന്നുണ്ട്. ബോട്ടിലെ സൗകര്യങ്ങൾക്കനുസരിച്ച് 200 മുതൽ 1000 രൂപ വരെയൊക്കെ സഞ്ചാരികളിൽ നിന്ന് ഇവിടെ ഈടാക്കുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂർ കായലിലൂടെ ചുറ്റിക്കറങ്ങി നമ്മളെ തിരിച്ച് ഇവിടെ കൊണ്ടെത്തിക്കും. ഇത്തരം ബോട്ടുകളിൽ ഒരു ഗൈഡും ഉണ്ടാകും. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള 2 മറൈൻ ഡ്രൈവുകളാണുള്ളത്. ഒന്ന് കൊച്ചിയിലും മറ്റൊന്ന് ബോംബെയിലും. കൊച്ചിയിലെ ഈ മറൈൻ ഡ്രൈവിൻ്റെ പേര് APJ അബ്ദുൽ കലാം മാർഗ് എന്നാണ്. ഇത്തരം ബോട്ട് യാത്രയൊക്കെ ചെയ്യുമ്പോൾ കായലിലേക്ക് വേസ്റ്റ് വലിച്ചെറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. പോലീസ് പെട്രോളിംഗ് കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഫൈൻ കിട്ടുകയും ചെയ്യും. ബോൾഗാട്ടി ഐലൻഡാണ് ഇവിടെ ഈ കാണുന്നത്. കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണിത്. അതുപോലെ തന്നെ ഇതൊരു പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടിയാണ്. നിരവധി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. KTDCയുടെ അണ്ടറിലാണ് ഈ ഒരു ഐലൻഡ് ഉള്ളത്. 1744 ഡച്ചുകാർ നിർമ്മിച്ച ഒരു പാലസും ഈ ഒരു ഐലൻഡിലുണ്ട്. ഇന്ന് അത് KTDCയുടെ കീഴിലുള്ള ഒരു 3 സ്റ്റാർ ഹോട്ടലാണ്. കേരള സർക്കാർ നടപ്പിലാക്കി നല്ല രീതിയിൽ വിജയിച്ച ഒരു പ്രൊജക്റ്റായ വാട്ടർ മെട്രോയുടെ ഒരു ബോട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ആ കാണുന്നത് വില്ലിംഗ്ടൺ ഐലൻഡാണ്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഒരു മാൻമെയ്ഡ് ഐലൻഡാണ്. അവിടെ കാണുന്ന ആ വലിയ ബിൽഡിങ് കൊച്ചിൻ പോർട്ടിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബിൽഡിങ് 5 സ്റ്റാർ ഹോട്ടലായ താജ് മലബാറാണ്. ദുബൈ ബേസ്ഡ് കമ്പനിയായ DP വേൾഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ ടെർമിനലാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പഴയൊരു തുറമുഖമാണ് ഇവിടെ ഈ കാണുന്നത്.
കൊച്ചി വാട്ടർ മെട്രോയുടെ ഹൈക്കോർട്ട് വാട്ടർ മെട്രോ സ്റ്റേഷനാണ് ഇവിടെ ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ബോട്ട് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.